അടുത്ത ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അൺസെലിബ്രേറ്റഡ് ആയിട്ടുള്ളത് സതീഷ് കൊച്ചിൻ. പുതുക്കോട്ടയിലെ പുതുമണവാളനിലെ കൊച്ചിൻ ബ്രദേഴ്സായ സതീഷ് കൊച്ചിൻ ആൻഡ് ഗിരീഷ് കൊച്ചിൻ. അപ്പം ഗിരീഷ് കൊച്ചിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ജയറാമാണ്. സതീഷ് കൊച്ചിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പ്രേംകുമാറാണ്. എടാ, ഇനിയെങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. നിന്റെ ഉയരവും തൊലിവെളുപ്പും കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പൗരുഷം വേണം, അതിലെ ഗേൾസ് വീഴൂ. പ്രേംകുമാർ തന്നെ അൺസെലിബ്രേറ്റഡ് കൊമേഡിയൻ അല്ലെങ്കിൽ ഒരു ആക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വലിയ പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അതേ ലുക്കിൽ തന്നെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. എന്താണ് പുള്ളിക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടാത്തതെന്ന് എനിക്കറിയില്ല. പുള്ളി തിരിച്ചു വരണം. സതീഷ് കൊച്ചിൻ എന്ന് പറഞ്ഞ ഇവന്മാര് രണ്ടുപേരും ദരിദ്രവാസികളാണ്. കഞ്ഞി കുടിച്ചിട്ട് കുളിക്കാം. നീ എന്താ കഞ്ഞി വെക്കാത്തത്? മനുഷ്യനെ കുറിച്ച് ആത്മാർത്ഥതയാണെന്ന് പറയും. ആത്മാർത്ഥതയിട്ട് കഞ്ഞിയാവില്ല, അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. എന്നാ നിനക്ക് കുറച്ച് ചായയെങ്കിലും തിളപ്പിച്ചോടായിരുന്നോ? ചായപ്പൊടിയും പഞ്ചസാര ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. അത് കഴിഞ്ഞിട്ട് 25 രൂപ ഉണ്ടല്ലോ, അത് എടുക്കാൻ പറയും. ആ രൂപയ്ക്ക് ഞാൻ ഫെയർ ആൻഡ് ലവ്ലി വാങ്ങിച്ച് തേച്ച്. എന്ത് ഫെയർ ആൻഡ് ലവ്ലി മേടിച്ച് തേച്ചു. അതായത് പുള്ളിക്ക് പട്ടിണിയാണ്. ആ സിറ്റുവേഷൻ ആലോചിച്ചു നോക്കണം. പട്ടിണിയാണ്, പരിപാടിയില്ല, ഒന്നുമില്ല. അപ്പോഴും പുള്ളി ഫെയർ ആൻഡ് ലവ്ലി മേടിച്ച് തേച്ച് വെളുത്തിട്ട് അപ്പുറത്തെ ഹോസ്റ്റലിലെ പെൺപിള്ളേരെ വളയ്ക്കണം. ഇതാണ് ഉദ്ദേശം. ഫുഡിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പാൽക്കഞ്ഞി കുടിക്കുന്ന ഒരു സീനുണ്ട്. എന്താ അതിനൊരു പാലിന്റെ ചൊവ? ഇന്നേ വരെ പാൽക്കഞ്ഞി കണ്ടിട്ട് പോലും ഇല്ല. ദാരിദ്ര്യവാസിയാ. ഹോസ്റ്റലിലെ പിള്ളേരെ ഇവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ ശ്മശാനത്തിൽ കൊണ്ടുപോകും. അപ്പം മൊത്തം ശ്മശാനത്തിൽ ചെന്നിട്ട് പുള്ളി പറയും, എന്തൊരു ശ്മശാന മൂകത. ാണ് ഇവരുടെ പരിപാടി പൊളിഞ്ഞു പോണെന്നുള്ളത് എവിഡന്റ് ആയിട്ടൊരു സീന് കാണിച്ചിരുന്നുണ്ട്. ഇവര് കഥ പറയുന്ന ഒരു സീനുണ്ട്. ആ കഥയും പാട്ടും കേട്ടാൽ മനസ്സിലാവും. ഞാനിവിടെ വെക്കാം. പല വർഷ ചുവട്ടിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് സുഹൃത്തുക്കളെ, അവൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. സ്വന്തം കാമുകനായ മധുവിന്റെ കൂടെ പോണോ സ്വന്തം അച്ഛന്റെ കൂടെ പോണോ? അവസാനം അവൾ ഒരു തീരുമാനത്തിലെത്തി. എന്നിട്ട് അവൾ പാടി, മധുമതി അച്ഛൻ വേണ്ട, മധുമതി കാമുകനായ മധുമതി. ഭരതം കരഞ്ഞുകൊണ്ട് നിലത്ത് വീണ അച്ഛന്റെ മാറിലേക്ക് അവൾ കാത് ചേർത്ത് വെച്ചു. എന്നിട്ട് അവൾ പാടി, കാറ്റും പോയി അച്ഛന്റെ കാറ്റും പോയി, കാറ്റും പോയി അച്ഛന്റെ കാറ്റും പോയി. പിന്നെ ഒരു സീനിൽ പെൺപിള്ളേര് ഇവരെ പരിപാടി ക്ഷണിക്കാൻ വരും. ആ സമയത്ത് ഇയാൾ ബുക്കിംഗ് ഒരുപാടുള്ളത് കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വലിയ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ ജയറാം പെട്ടെന്ന് ഫോൺ ഇങ്ങനെ ഒരു പൊക്കി കാണിച്ചിട്ട്, ഏതായാലും നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടി വന്ന സ്ഥിതിക്ക് കൊല്ലത്ത് ഞങ്ങൾ ബുക്കിംഗ് ഓഫീസിൽ നിന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, അതെ അതെ, കൊച്ചിൻ ബ്രദേഴ്സ് ആണ്. ഈ വർഷം നമുക്ക് ഒരു ദിവസം ഒഴിവുണ്ടാവുകൊണ്ട് അവരിന്ന് രാവിലെ വന്ന് കട്ട് ചെയ്തിട്ട് പോയുള്ളൂ. ഓവറാക്കരുത് കേട്ടോ എന്ന് പറയും. അപ്പൊ പെട്ടെന്ന് പ്രേംകുമാറിന്റെ ക്യാരക്ടർ സതീഷ് കൊച്ചിൻ പറയും, ഈ തിരക്കേറിനെ കട്ട് ചെയ്തത് പോലും അറിഞ്ഞില്ല. നിങ്ങൾ അടുത്തത് ലാസർ പാലയെന്ന് ഒരു ചായ കുടിക്കണം, എന്റെ ഭാര്യ ഒന്ന് കാണണം. ആരാ, എവിടെന്നാ, എന്ത് വേണം, എന്താ കാര്യം? ലാസർ പാലയെന്ന് ഒരു കാപ്പ് കുടിക്കണം, എന്റെ ഭാര്യ ഒന്ന് കാണണം. ഇത് പ്രിയദർശൻ സംവിധാനം ചെയ്ത മിന്നാരം എന്ന് പറയുന്ന സിനിമയിൽ ലാസറായിട്ട് വരുന്നത് മണികണ്ഠൻ എന്നുള്ള പേരുള്ള മണികണ്ഠപിള്ള രാജുവാണ്. സോ ഈ സിനിമയെ കുറിച്ച് പ്രിയദർശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ ഏറ്റവും ബെസ്റ്റ് കോമഡി സീൻ അതാണെന്നാണ് പ്രിയദർശന്റെ വിചാരം. ഏറെക്കുറെ അങ്ങനെ തോന്നും ആ സീൻ കണ്ട. അഴിഞ്ഞാട്ടം എന്ന് പറയുന്ന ഒരു സീൻ, അതില് ജഗതി 3 കട്ടവേ ഉള്ളൂ. കട്ടവേ ഇൻ ദ സെൻസ് 3 പ്രാവശ്യം ജഗതിയെ കാണിക്കുന്നുള്ളൂ. ജഗതി പുറത്തെ വീഡിയോ ആണ്, അത് പിന്നെ എപ്പോഴോ ഷൂട്ട് ചെയ്തായിരിക്കാം. പെർഫോം ചെയ്തിരിക്കുന്നത് ലാസർ, ഒബ്വിയസ്ലി അൺസെലിബ്രേറ്റഡ്. എനിക്ക് തോന്നുന്നില്ല ലാസർ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടറാണ്. തനി അതെന്റെ അച്ഛന്റെ കുഴപ്പ. താൻ വലിയ ക്രോസ് വിസാരം നടത്തണ്ട. മര്യാദക്ക് എന്റെ ഭാര്യ കൊച്ചിനെ വിളി. എവിടെ നമ്മുടെ കുഞ്ഞ്? ഒന്ന് കാണാനാണ് ഓടി വന്നത്. പ്ലീസ് പ്ലീസ്. സോ ഈ ക്യാരക്ടർ വന്നു കയറുമ്പോൾ തന്നെ ലാസർ പാലയെന്ന് ഒരു കപ്പ് കാപ്പി കുടിക്കണം, എന്റെ ഭാര്യ ഒന്ന് കാണണം. ശങ്കരാടി ചോദിക്കുന്നുണ്ട്, തന്റെ ഭാര്യ ഇവിടെ എന്ത് ചെയ്യും? അവൾ ഇവിടെ ഭാര്യയുടെ പണിയാണ് ചെയ്തെന്ന് പറയുമ്പോൾ കാട്ടി വിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സീൻ മാലപ്പടക്കം കൊളുത്തണ പോലെ ഇങ്ങനെ കൊളുത്തി പോകും. കോട്ടയം സെന്റ് മേരീസ് പള്ളിയിൽ 1990 ജനുവരി 9 മാതാവിനെ സാക്ഷി നിർത്തി നിന്നെ താലി കെട്ടിയ കോർപ്പറേഷൻകാർക്ക് ലാസറിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? ഇത്ര നീതിയാവരുത് നീ. അയ്യപ്പസ്വാമിയാണ് കർത്താവാണ് സത്യം. അയ്യപ്പസ്വാമി ജാതി മാറി വെച്ച് നമുക്ക് പഴയ ദൈവങ്ങളെ മറക്കാൻ പറ്റുമോ?
പക്ഷെ എന്റെ കുഞ്ഞ്, എന്റെ സ്വന്തം ചേര, അല്ല സ്വന്തം ചോരയെ പറഞ്ഞ കുഞ്ഞ്, എനിക്കത് വേണം. അത് ലാസ്റ്റൊക്കെ ആകുമ്പോ ഈ കള്ളം പൊളിയും. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ കുഞ്ഞിന്റെ പേര്? ഈ ആക്ട് പൊളിയുമ്പോ മോഹൻലാലിന്റെ ക്യാരക്ടർ ഭൂമി ഒരു ചീത്ത പറയും. മലയല്ലടാ കുന്ന്, കുന്ന് നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ ആ കുന്ന്, കഴുത മഴ കഴുത. സമയത്ത് ഇവന്റെ കുരു പൊട്ടും ലാസ്റ്റ്. അപ്പൊ നീ പറയുമ്പോ എല്ലാം പറയണായിരുന്നു. ആര് പറയണായിരുന്നു? നീ അല്ല ഭർത്താവായിട്ട് വിളിക്കുന്നത്. അപ്പൊ നീ പറയണായിരുന്നു കൊച്ചിന്റെ പേരെന്ന് പറഞ്ഞിട്ട് ഓർഗാനിക്കലി ഒരു തല്ലുകൂടും. മുഴുവൻ പറയണമായിരുന്നു. എന്ത് പറയണം? ആര് പറയണം? നീ പറയണമായിരുന്നു. കൊച്ചിന്റെ തന്തേറ്റ നീ അല്ലേ പറഞ്ഞു. അപ്പൊ കൊച്ചിന്റെ പേരും പറയണമായിരുന്നു. പച്ച കള്ളൻ ഞാൻ കണ്ടിട്ട് പോലില്ല. ഓ, അങ്ങനെ എന്നെ മാത്രം കള്ളനാക്കിയിട്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. എടാ, ഈ പെണ്ണിന്റെ ഭർത്താവായിട്ട് അഭിനയിക്കാൻ 50,000 തരാം. നീ ടെലിഗ്രാം ചെയ്താൽ 5 വർഷം ഞാൻ നിന്റെ അച്ഛൻ ചെന്നപ്പോ കൺഗ്രാജുലേഷൻ. അവസാനം മോഹൻലാലിന്റെ ഒരു സാധനം ഉണ്ട്. ഞാൻ നീനെ ഒരു കാലം ഇവർ തമ്മിൽ പ്രേമമായിരുന്നു. ഇവൾ ഗർഭിണിയായപ്പോൾ അത് കളക്കാൻ വേണ്ടി ജയിലിൽ വിളിച്ച് എന്നെ തൂക്കിക്കൊല്ല ഒരു കയറെടുത്ത് വെക്കാൻ പറഞ്ഞാടി ഞാൻ ഇന്നിവരെ കൊല്ലും. ആ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സീനാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറാണ് ഈ പറയുന്ന ലാസർ മണി, അത് AKA മണികണ്ഠൻ. എല്ലാവരെ കൊണ്ട് മറ്റേ തീപ്പൊരി ഐറ്റം അങ്ങനത്തെ ഒരു സീൻ. അപ്പൊ അത് ആ ക്യാരക്ടർ അൺസെലിബ്രേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നിയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ലാസർ ഫ്രം മിന്നാരം.